ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് റൈസ് വെച്ചിട്ടൊരു ഫേസ് പാക്കും അതുപോലെ നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളഞ്ഞൊരു കഞ്ഞിവെള്ളം അത് നമ്മൾ ഫേസിലെ സ്കിന്നിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോക്ക് ഒന്ന് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആ പാക്ക് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം എടുക്കുന്നത് വൈറ്റ് റൈസ് ആണ്, മട്ട അരിയൊന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ കളയുക. എന്നിട്ട് പിന്നെ ഈ അരിയിൽ നമ്മൾ വെള്ളം കുതിർത്ത് വെക്കുക. നമ്മൾ ദോശക്കൊക്കെ അരി കുതിർക്കില്ല, അതേപോലെ വെള്ളം ആക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ആ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മുഖത്ത് ഒരു ക്ലെൻസറായിട്ട് ടോണറായിട്ടൊക്കെ അത് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഹെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞാൽ ഇതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി കഞ്ഞിവെള്ളം നമ്മൾ കളയാറില്ല സാധാരണ, അത് ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ ഉണ്ടാക്കിയതാണെങ്കിലും വൈകിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിറ്റേ ദിവസം പുറത്ത് വെച്ചിട്ടാണെങ്കിലും പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ആക്കിയിട്ട് ഒരു കോട്ടൺ പഞ്ഞി വെച്ചിട്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ ഒരു ക്ലൻസർ പോലെ നമുക്കത് കുറച്ച് നേരം തേച്ച് പിടിച്ചിട്ട് പിന്നെ അത് വാഷ് ചെയ്താൽ നല്ല റിസൾട്ടാണ്. അത് ഡെയിലി ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ച് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫേസിൽ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കഴുകി കളയാം കേട്ടോ. അത് നല്ല റിസൾട്ടാണ്. ഇവിടെ കെമിക്കലൊന്നും ഇല്ലാത്ത സാധനങ്ങളല്ലേ. ഇതിപ്പോൾ നമ്മൾ കടയിലൊക്കെ റൈസ് ടോണർ എന്നൊക്കെ പറഞ്ഞിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കെമിക്കൽ ചേർത്തിട്ടുണ്ടാകും. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിലുള്ള കഞ്ഞിവെള്ളമല്ലേ. ഇത് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. സാധാ ഒരു ബൗളിൽ മൂടി വെച്ചിട്ട് അങ്ങനെ എടുത്താലും മതി. ഇങ്ങനെ ഞാൻ ബോട്ടിലോട് ഞാൻ അതിലേക്ക് ആക്കിയെന്നുള്ളൂ. ഇതിന് ഹെയർക്ക് നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന പിന്നെ ഹെയറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഹെയറിലൊക്കെ നല്ല അപ്ലൈ ചെയ്തിട്ട് നല്ല മസാജൊക്കെ കൊടുത്തിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്താലും നല്ലതാണ് കേട്ടോ. കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ അത് നിർത്തരുത്. 2 ദിവസം ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലെ വൈറ്റ് റൈസ് ആണ് നമ്മൾ ഈ കൊറിയൻ സ്കിൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ ട്രെൻഡ് ആയിട്ടുണ്ടല്ലോ. ജപ്പാനീസ് ലേഡീസിൻ്റെ ആണെങ്കിലും അവർ നാച്ചുറൽ അവരങ്ങനെയാണ്, പക്ഷേ അവർ ഇതുപോലെയൊക്കെ വൈറ്റ് റൈസ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോണർ ക്രീം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ അവൈലബിൾ ആണ്. കെമിക്കൽ ചേർത്തിട്ടാണ് അതൊക്കെ വരിക, പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമുക്കതൊരു വിലയുണ്ടാവില്ല, അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. ഇത് ഞാനിപ്പോൾ വൈറ്റ് റൈസ് നമ്മൾ വേവിച്ചത് നമ്മൾ ചോറാക്കിയതാണ് കേട്ടോ ഇനി അടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വൈറ്റ് റൈസിൻ്റെ തന്നെ എടുക്കണം. നമ്മൾ മട്ട അരി അതൊന്നും എടുക്കരുത്. ഈ വൈറ്റ് റൈസിൻ്റെ റൈസ് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചോറാക്കിയിട്ടുണ്ടാവില്ല, അത് ബാക്കി നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1 സ്പൂൺ ചോറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളം അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഫേസ് പാക്കാണ്, അപ്പോൾ അത് അരയുന്ന രീതിയിൽ പാക്കിൻ്റെ രൂപത്തിലാവുന്ന രീതിയിലാവണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ ചിലവർ ഉപ്പിട്ടിട്ട് ചോറ് വെക്കും, അതെടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പ് രസം ഉണ്ടാവുമല്ലോ കഞ്ഞിവെള്ളം ആണെങ്കിലും. അപ്പോൾ ഉപ്പിടാത്ത ചോറ് വെക്കുമ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ എടുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ. ഇനി നമ്മളത് അടച്ചിട്ട് ജാറിലിട്ട് നന്നായിട്ട് നമ്മൾ ഒരു പാക്കിൻ്റെ രൂപത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുമില്ല, നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസ് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ. നമ്മൾ ഈ പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്, പാടുകൾ, ഡാർക്ക് സ്പോട്ട്, അതുപോലെ സൺ ടൈനൊക്കെ മാറാനും അതുപോലെ നമ്മളെ സ്കിന്നിൽ ചുളിവുകൾ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ റൈസ് പേസ്റ്റ് ആക്കിയിട്ട് തേക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഡെയിലി പറ്റുകയാണെങ്കിൽ ഡെയിലി തേക്കുക. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാണെങ്കിലും അത് കണ്ടിന്യൂസ് ചെയ്യുക, നിർത്തരുത്. ഒരു ദിവസം 2 ദിവസം ചെയ്യുന്നത് നിർത്തരുത്. നല്ല റിസൾട്ട് കിട്ടാൻ അത് കണ്ടിന്യൂസ് 3 മന്തെങ്കിലും നമ്മൾ അടുപ്പിച്ചൊക്കെ ഒരു ആഴ്ച ചെയ്യുമ്പോൾ തന്നെയാണ് അടുപ്പിച്ചൊരു ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് മാറ്റം വരും കേട്ടോ. കാരണം ഇത് കെമിക്കലൊന്നുമില്ല, ഇത് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് കാശ് കൊടുത്ത് പുറത്ത് പോയി വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കെമിക്കലും ചേർത്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ്, ഉള്ളിലേക്ക് കഴിക്കുന്നതാണ്. ഇനിയിപ്പോൾ തേച്ചിട്ട് പറ്റാത്തവരാണെങ്കിൽ എന്തെങ്കിലും സ്കിന്ന് ചില ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാർക്ക് പറ്റില്ല സ്കിന്നിന്. അങ്ങനെ പറ്റാത്തൊരു അലർജി കാര്യമുണ്ടെങ്കിൽ അതപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. അത് ഇതെന്നല്ല, എന്ത് ക്രീമാണെങ്കിലും ചിലപ്പോൾ അവർ വാങ്ങി തേച്ച് 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും അലർജി കാര്യമാകുമ്പോൾ അതെന്തായാലും സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മളത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ 2 കൈകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഫേസിലിടുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മളത് സംസാരിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ അതിങ്ങനെ സ്കിന്ന് വലിയും. കറക്റ്റ് ആകുമ്പോൾ അത് പിടിച്ചിരിക്കണമെങ്കിൽ ഒരു പാക്ക് ഒന്ന് ഡ്രൈ ആവുന്നവരെ സൈലൻ്റായിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് കിട്ടുള്ളൂ. 2 ദിവസം യൂസ് ചെയ്തിട്ട് ആയില്ല, വെളുത്തില്ല, കളറായില്ല ഒന്നും പറയാൻ പറ്റില്ല. കളർ ഒറ്റയടിക്ക് ആരും വെളുക്കൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് ഒരു ചെറുതായിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്ന മാത്രം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ നല്ല ഡ്രൈ, നമുക്കത് വലിയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് കഴുകിക്കളയാം കേട്ടോ.
ഇത് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്കിൻ നല്ല സോഫ്റ്റായ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായ പോലെ നല്ലൊരു മാറ്റവും ഉണ്ട്. കയ്യിലിട്ട സമയത്ത് എൻ്റെ ഫേസിലും കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. എന്തായാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിയിട്ട് എല്ലാവരും ഇപ്പോൾ ക്രീമൊക്കെ വാങ്ങി ഓരോന്ന് വാങ്ങി തേക്കരുത് നല്ല റേറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഒരു ചിലവില്ലാതെ വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടിക്ക് ജോലിക്കൊക്കെ പോയി വെയിലത്തൊക്കെ പോയി വരുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ വന്നതിന് ശേഷമൊക്കെ ഒരു പാക്കൊക്കെ ഇട്ടാൽ മതി. കാരണം റൈസ് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്പൂണൊക്കെ എടുത്ത് ഇതുപോലെ കഞ്ഞിവെള്ളത്തിന് അരയ്ക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.